ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ പിന്നെയും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ നല്ലവനായ കർത്താവ് നൽകി തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഗൂഗിൾ മീറ്റിലും ഫേസ്ബുക്കിലും അതുപോലെ യൂട്യൂബിലുമൊക്കെ ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി പിന്നെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നു വരാം. എഫേസ് ലേഖനം 1-ാം അധ്യായമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 12 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് ചിന്തിക്കാനായിട്ട് ദൈവം സഹായിച്ചു. കഴിഞ്ഞ ആഴ്ച വരെ നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ എഫേസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ അടുത്ത 2 വാക്യങ്ങളിലേക്ക് 13, 14 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ആ വാക്യങ്ങൾ ഞാൻ വായിക്കാം. എഫേസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 13, 14 വാക്യങ്ങൾ. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. നമ്മൾ ഈ എഫേസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീക അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. അതിനകത്ത് പൗലോസ് വിശദീകരിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന അവസാനത്തെ ആത്മീക അനുഗ്രഹമാണ് ഈ 2 വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അവിടെ ആ ആത്മീക അനുഗ്രഹം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അതിൻ്റെ 14-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നതാണ്: പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. അതാണ് ആ ആത്മീക അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീക അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് അത് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ലിസ്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. എഫേസ് ലേഖനം എഴുതുന്ന സമയത്ത് അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിൽ ആ ആത്മീക അനുഗ്രഹങ്ങളുടെ ഒരു ലിസ്റ്റ് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും അവസാനത്തെ ഭാഗമായിട്ട്, ഏറ്റവും അവസാനത്തെ ആത്മീക അനുഗ്രഹമായിട്ട് താൻ പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. വി ആർ സീൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. നാം പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. നോക്കൂ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നാം എന്നാണ്. നാം അല്ലെങ്കിൽ നിങ്ങൾ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ആരാണ് ഈ നിങ്ങൾ എന്ന് ചോദിച്ചാൽ എഫേസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം മുതൽ നമ്മൾ പറഞ്ഞു വരുന്ന ആ കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടവർ, ദത്തെടുക്കപ്പെടാനായിട്ട് മുൻനിയമിക്കപ്പെട്ടവർ, അതുപോലെ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് പ്രാപിച്ചവർ, അതുപോലെ അവനിൽ അവകാശം പ്രാപിച്ചവർ, ഇങ്ങനെയൊക്കെയുള്ള അവരെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം അവിടെ മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറയുന്നതും പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇറ്റ് ഈസ് യു ആർ ഓൾറെഡി സീൽഡ്. നിങ്ങൾ ഓൾറെഡി മുദ്രയിടപ്പെട്ട് കഴിഞ്ഞു. ഇനി അതിനുവേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കാരണം നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിരിക്കുന്നു? മുദ്രയിടപ്പെട്ടിരിക്കുന്നു. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പം അവിടെ ആ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ആര് മുദ്രയിട്ടു? ദൈവം നമ്മെ മുദ്രയിട്ടു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. ഞാൻ 1-2 വാക്യങ്ങളിലേക്കൂടെ നിങ്ങളുടെ ശ്രദ്ധയെ അതോടുള്ള ബന്ധത്തിൽ ക്ഷണിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്.
രണ്ട് കൊരിന്ത് ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. 2 കൊരിന്ത് ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 2 കൊരിന്ത് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. അപ്പം അവിടെയും നമ്മൾ വായിക്കുന്നത് ദൈവം അവൻ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു, ദൈവം നമ്മെ സീല് വച്ചിരിക്കുന്നു, ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നു എന്ന് നമ്മളിവിടെ വായിക്കുന്നു. അപ്പോൾ അവിടെ 21-ാം വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ 2-3 കാര്യങ്ങൾ കാണുന്നുണ്ട്. ഒന്നാമത് നമ്മൾ കാണുന്നത് ക്രിസ്തുവിൽ നമ്മെ ഉറപ്പിച്ചിരിക്കുന്നത്, ക്രിസ്തുവിൽ നമ്മെ ഉറപ്പിക്കുക. അപ്പോൾ ദൈവം ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് അവനെ ക്രിസ്തുവിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, എന്തെങ്കിലും ഒരു സാധനം വേറൊരു സാധനത്തിൽ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതവിടെ ഉറപ്പിച്ച് വച്ചിരിക്കുക, പിന്നെ അത് എടുത്തു മാറ്റാനായിട്ട് വേർപിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യില്ല, കഴിയില്ല. അപ്പം ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ദൈവം നമ്മെ ക്രിസ്തുവിൽ ഉറപ്പിച്ചിരിക്കുന്നു. അതായത് ക്രിസ്തുവും ഞാനുമായിട്ട് ആർക്കും പിരിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ആരും പിരിക്കാൻ പാടില്ലാത്ത ഒരു ബന്ധം ദൈവം എനിക്ക് നൽകിയിരിക്കുന്നു, എന്നെ ക്രിസ്തുവിൽ ഉറപ്പിച്ചിരിക്കുന്നു. അപ്പം അവിടെ നമ്മൾ വായിച്ചത് ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും പിന്നെ നമ്മെ അഭിഷേകം ചെയ്തത്. അപ്പം ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്താണ് അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മെ അധികാരപ്പെടുത്തുന്നതിനാണ് അഭിഷേകം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ക്രിസ്തുവിൽ അവൻ നമ്മെ ഉറപ്പിച്ചിരിക്കുന്നു, മാത്രമല്ല അവൻ നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്തോ ചെയ്യാനായിട്ട്, ചില കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാനായിട്ട് ദൈവം നമ്മെ നിയമിക്കുകയും അധികാരപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല അവൻ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു, സീൽ ചെയ്തിരിക്കുന്നു. എഫേസ് ലേഖനത്തിൽ നമ്മളത് തന്നെയാണ് വായിച്ചത്, അവൻ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. 4 ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് തന്നിരിക്കുന്നു. അതും എഫേസ് ലേഖനത്തിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു എന്നാണ് വായിക്കുന്നത്. നമ്മൾ ആ വാക്കുകൾ വിശദീകരിക്കും, അതുകൊണ്ട് ഞാനിപ്പോൾ അത് വിടുകയാണ്. അപ്പം 2 കൊരിന്ത് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങളിലും ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഇനി അതേ ലേഖനത്തിൻ്റെ 2 കൊരിന്ത് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. 5:5 അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്: അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. അപ്പോൾ ഇവിടെ ആത്മാവിനെ അച്ചാരമായിട്ട് നമുക്ക് തന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. കൊരിന്ത് ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, എഫേസ് ലേഖനത്തിൽ നമ്മൾ വായിച്ചു അവകാശത്തിൻ്റെ അച്ചാരമായ പരിശുദ്ധാത്മാവ്. ഇവിടെയും പറയുന്നത് ആത്മാവിനെ അച്ചാരമായിട്ട് നമുക്ക് തന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി എഫേസ് ലേഖനത്തിൻ്റെ തന്നെ 4-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം, എഫേസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: എന്താണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അപ്പം ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. എങ്ങനെ? പരിശുദ്ധാത്മാവിനാൽ, അല്ലേ? അവിടെ പറഞ്ഞ എങ്ങനെയാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എന്തുകൊണ്ട്? കാരണം
അവനാലല്ലോ, ആരാൽ? പരിശുദ്ധാത്മാവിനാലല്ലോ ദൈവം നിങ്ങളെ വീണ്ടെടുപ്പ് നാളിനായിട്ട് മുദ്രയിട്ടിരിക്കുന്നത്. അപ്പം ആ മുദ്ര എന്ന് പറയുന്നത് അതിൻ്റെ അൾട്ടിമേറ്റ് എയിം, അതിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ വീണ്ടെടുപ്പ് നാളാണ്. ബൈബിളിൽ വീണ്ടെടുപ്പ് നാൾ എന്ന് പറയുന്നത് എന്താണ്? കർത്താവിൻ്റെ വരവിങ്കൽ നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്ന ആ കംപ്ലീറ്റ് വീണ്ടെടുപ്പാണ്. ഇപ്പം നമ്മളുടെ വീണ്ടെടുപ്പ് കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം ഞാൻ വീണ്ടെടുപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനിത് പറഞ്ഞു, ഞാൻ ഈ വാക്യങ്ങളിലേക്കും തിരിച്ചു വരുമ്പോൾ ഞാനത് കൃത്യമായിട്ട് വിശദീകരിക്കാം. അപ്പം വീണ്ടെടുപ്പ് അതിൻ്റെ കൾമിനേഷൻ, അതിൻ്റെ പൂർത്തീകരണം നടക്കുന്നത് കർത്താവിൻ്റെ മടങ്ങിവരവിൻ്റെ സമയത്താണ്. അതാണ് നമ്മുടെ വീണ്ടെടുപ്പ് നാൾ എന്ന് പറയുന്നത്. അപ്പം ആ വീണ്ടെടുപ്പ് നാളിനായിട്ട് നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? മുദ്രയിട്ടിരിക്കുന്നു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ വായിക്കുന്നത് ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. എങ്ങനെ? തൻ്റെ ആത്മാവിനാൽ അവൻ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു എന്നാണ് നമ്മളവിടെയൊക്കെ വായിക്കുന്നത്. നോക്കൂ, എന്താണ് ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ സീൽ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഓർക്കാറുണ്ട്, കഴിഞ്ഞ ദിവസമല്ല, പലപ്പോഴും നടക്കാറുള്ള ഒരു കാര്യമാണ് ഞങ്ങളുടെ മിഷൻ ഓർഗനൈസേഷനിൽ അവിടുത്തെ ചർച്ചുകളിൽ എന്തെങ്കിലും ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും ലെറ്ററുകളോ സർട്ടിഫിക്കറ്റുകളോ ഒക്കെ കൊടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ അതിനകത്ത് നമ്മുടെ സീല് വയ്ക്കണം. അപ്പം നമ്മുടെ ഓർഗനൈസേഷൻ്റെ സീല് അതിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ എൻ്റെ കയ്യിലായിരിക്കുന്നത്. അപ്പം അവർക്ക് സീല് വെക്കേണ്ട ആവശ്യമുള്ളപ്പോൾ അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് PDF ആയിട്ട് എനിക്ക് അയച്ചു തരും. ഞാൻ ഇവിടുന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഞാനതിൽ സീല് വെച്ച് ഒപ്പിട്ട് സീല് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം? തിരിച്ചവർക്ക് അയച്ചു കൊടുക്കണം. അപ്പം ഞാനതിനകത്ത് സീല് വയ്ക്കുമ്പോൾ എൻ്റെ പേഴ്സണൽ സീലും ഒഫീഷ്യൽ റൗണ്ട് സീലും ഞാനതിനകത്ത് വയ്ക്കുമ്പോൾ അത് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അത് ആ ഓർഗനൈസേഷൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് അത്. എന്ന് വെച്ചാൽ അതിൻ്റെ കംപ്ലീറ്റ് ഉടമസ്ഥത ആ കൊടുക്കുന്ന ഓർഗനൈസേഷനാണ്. സീല് വയ്ക്കുന്നത് ഞാനാണെങ്കിലും ഞാൻ ആ സീല് വയ്ക്കുമ്പോൾ ഞങ്ങളുടെ ഓർഗനൈസേഷൻ്റെ ഫുൾ അതോറിറ്റിയാണ് ഞാനവിടെ വയ്ക്കുന്നത്. അപ്പം അത് ഞങ്ങളുടെ ഓർഗനൈസേഷൻ കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റായിട്ട് മാറുക ചെയ്യുന്നത്. അതിൻ്റെ ഓതർഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥാവകാശം അത് ഞങ്ങളുടെ ഓർഗനൈസേഷനായിട്ട് മാറുക ചെയ്യുന്നത്. അപ്പം ദൈവം നമ്മെ സീല് വച്ചിരിക്കുന്നു അല്ലെങ്കിൽ ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഇതാണ്: നാം ദൈവത്തിൻ്റെ വകയാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നാം ദൈവത്തിൻ്റെ വകയാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നോക്കിക്കേ, വീണ്ടെടുപ്പ് എന്നുള്ള വിഷയം നമ്മൾ പറഞ്ഞപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരുന്നു, നമ്മൾ ഇരുട്ടിൻ്റെ രാജ്യത്തിൽ, അന്ധകാരത്തിൻ്റെ രാജ്യത്തിലായിരുന്നു. ദൈവവുമായിട്ട് ബന്ധമില്ലാതെ പാപത്തിൻ്റെയും സാത്താൻ്റെയും ഒക്കെ അടിമത്വത്തിലായിരുന്നു നാം കിടന്നിരുന്നത്. നാം അവൻ്റെ വകയായിരുന്നു. അവിടെ നിന്നാണ് ദൈവം നമ്മളെ എന്ത് ചെയ്തത്? വീണ്ടെടുത്തിട്ട് ആ വീണ്ടെടുപ്പ് നടത്തി അവൻ നമുക്കൊരവകാശവും തന്നിട്ട് ദൈവം എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മുടെ മേലൊരു സീല് വെച്ചു, ഒരു മുദ്ര വെച്ചു. എന്താണ്? ഇനിയും ഇവൻ ആരുടെ അല്ല, പഴയ അന്ധകാരത്തിൻ്റെ രാജ്യത്തിൻ്റെ, ഇരുട്ടിൻ്റെ രാജ്യത്തിൻ്റെ അല്ല, പിശാചിൻ്റെ അല്ല, ഈ ലോകത്തിൻ്റെ അല്ല. പിന്നെയോ ഇവൻ ഇന്നു മുതൽ എൻ്റെയാണ് എന്നുള്ള ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ആ മുദ്ര എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ളതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ മനസ്സിലാക്കാനാണ്. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഒരിക്കലും പഠിപ്പിക്കപ്പെടാതെ പോകുന്ന ഒരു യാഥാർത്ഥ്യമായത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് എന്ന് കേൾക്കുമ്പോഴേ
എന്തോ കറണ്ട് പോലെ എന്തോ ഒരു ശക്തി വരുന്നു, പിന്നെ എന്തൊക്കെയൊക്കെ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുന്നു, എന്തൊക്കെയൊക്കെ പ്രകടനങ്ങളൊക്കെ നടത്തുന്നു എന്നുള്ള ഒരു രീതിയിലാണ് നമ്മുടെ ചിന്ത ട്യൂൺ ചെയ്ത് വയ്ക്കപ്പെട്ടിരിക്കുന്നത്. അത് ചെറുപ്പം തൊട്ടേ നമ്മൾ അങ്ങനെ ട്യൂൺ ചെയ്ത് വയ്ക്കപ്പെട്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ അവിടെ അങ്ങനെ കറണ്ട് പോലത്തെ ശക്തിയോ അല്ലെങ്കിൽ ബഹളമോ ഒച്ചപ്പാടോ ഇതൊന്നുമല്ല അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഈ സത്യം ഗ്രഹിക്കുക എന്നുള്ളതാണ്. എന്താണ്? ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നു കഴിഞ്ഞു, ദൈവം നമുക്ക് അവനെ തന്നിരിക്കുന്നു, നമ്മെ മുദ്രയിട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ആരുടെ വകയാണ്? നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ വകയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം മുദ്ര എന്ന് പറയുന്നത്, ദൈവം നമ്മെ മുദ്രയിട്ടു എന്ന് പറയുന്നത് നാം ദൈവത്തിൻ്റെ വകയായി തീർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നോക്കിക്കഴിഞ്ഞാൽ ഞാൻ 1-2 വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. 1 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് വരാം. അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ നമുക്കൊക്കെ വളരെ പരിചയമുള്ള വാക്യങ്ങളാണത്. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരങ്ങളെ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നോക്കിക്കേ, 19-ാം വാക്യം എന്താണ് നമ്മളോട് പറയുന്നത്? വളരെ ശ്രദ്ധിച്ച് വായിക്കണമത്. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും. അപ്പം അവിടെ എന്താ പറയുന്നത്? നിങ്ങളുടെ ശരീരം ഇപ്പോൾ നിങ്ങളുടെ ശരീരം എന്താ പറയുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. നോക്കിക്കേ, ആ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നത് കണ്ടോ? നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായിട്ട് മാറി. എങ്ങനെ? ദൈവത്തിൻ്റെ ദാനമായിട്ട് ആ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വന്നപ്പോൾ അതുവരെ, ആ പരിശുദ്ധാത്മാവ് വരുന്നത് വരെ ശരീരം നിങ്ങളുടെ ആയിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ശരീരം നിങ്ങളുടെ ശരീരമല്ല, ഇപ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായിട്ട് മാറി. കണ്ടോ ആ ചേഞ്ച് ഇൻ ഓണർഷിപ്പ്, ആ ഉടമസ്ഥാവകാശത്തിൻ്റെ മാറ്റം കണ്ടോ? നിങ്ങളുടേതായിരുന്നത് ഇപ്പോൾ ആരുടേതായിട്ട് മാറി? പരിശുദ്ധാത്മാവിൻ്റേതായിട്ട് മാറി. എപ്പോൾ? ദൈവം പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തന്നപ്പോൾ, പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ മുദ്രയിട്ടപ്പോൾ. ആ മുദ്ര എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ ദൈവം നിങ്ങൾക്ക് തന്നു എന്നുള്ളതാണ്. ആ തന്ന സമയത്ത് എന്താണ് സംഭവിച്ചത്? അതുവരെ നിങ്ങളുടേതായിരുന്ന ശരീരം ആ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റേതായിട്ട് മാറി. ഇതവിടെ സംഭവിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അപ്പം ദൈവം നിങ്ങളെ എന്ത് ചെയ്തു? ദൈവം നമ്മളെ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി. അപ്പം ഇനി നമ്മൾ ആരല്ല? താന്താങ്ങൾക്കുള്ളവരല്ല. വിലയ്ക്ക് വാങ്ങുന്നത് വരെ നമ്മൾ നമുക്ക് തന്നെ ഉള്ളവരായിരുന്നു. പക്ഷേ വിലയ്ക്ക് വാങ്ങിക്കഴിയുമ്പോൾ ഇനി നമ്മൾ നമുക്കുള്ളവരല്ല. പിന്നെ ആരുടെയാണ്? നാം പരിശുദ്ധാത്മാവിൻ്റെ ആയിട്ട് മാറുന്നു. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആയിട്ട് മാറുന്നു. അതുകൊണ്ട് 20-ാം വാക്യം,
ആകയാൽ അതുകൊണ്ട് therefore നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. കാരണം ശരീരം ഇപ്പോൾ നിങ്ങളുടെയല്ല, പരിശുദ്ധാത്മാവിൻ്റെയാണ്. അതുകൊണ്ട് ശരീരം കൊണ്ട് ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഇനി നാം ജീവിക്കുന്നത് നമ്മുടെ മഹത്വത്തിന് വേണ്ടിയല്ല, നാം പഠിക്കുന്നത് നമ്മുടെ മഹത്വത്തിന് വേണ്ടിയല്ല, നാം ജോലി ചെയ്യുന്നത് നമ്മുടെ മഹത്വത്തിന് വേണ്ടിയല്ല, പിന്നെ അവൻ്റെ മഹത്വത്തിന് വേണ്ടി, അവനെ മഹത്വപ്പെടുത്തുവാൻ. കാരണം ഇപ്പോൾ എൻ്റെ ശരീരം എൻ്റെ അല്ല, പരിശുദ്ധാത്മാവിൻ്റെയാണ്. ഞാൻ എനിക്കുള്ളവനല്ല, പരിശുദ്ധാത്മാവിൻ്റെ, ദൈവത്തിനുള്ളവനാണ്. അതുകൊണ്ട് എൻ്റെ ശരീരം കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തണം. നോക്കിക്കേ, ഈ 6-ാം അധ്യായം, 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം, അവിടെ 2 കാര്യങ്ങളാണ് പൗലോസ് അവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, സഭയ്ക്കകത്ത് സഹോദരന്മാർ തമ്മിൽ കോടതിയിൽ പോയി വ്യവഹാരം നടത്തുന്ന കാര്യം. എന്തിനാ വ്യവഹാരം നടത്തുന്നത്? ഇന്ന് നമ്മുടെയൊക്കെ സഭകളിൽ ഇതിൻ്റെ നേതാക്കന്മാരെന്ന് പറയുന്നവരൊക്കെ ഇഷ്ടം പോലെ കോടതി കേസ് നടത്തുന്നവരാ. എന്തിനാ നടത്തുന്നത്? അവനവൻ്റെ സ്ഥാനവും അവനവൻ്റെ പൊസിഷനും ഒക്കെ പിടിച്ചടക്കാനും അത് സൂക്ഷിക്കാനും മറ്റവൻ്റെ സ്ഥാനം പിടിച്ചു പറിക്കാനും അവനെ തെറിപ്പിക്കാനും ഒക്കെ ആയിട്ട് കേസും കൂട്ടവും നടത്തുന്ന സഭ എന്ന് പറയാൻ പറ്റില്ല പ്രിയപ്പെട്ടവർ. ഈ സാധനത്തെ സംഘടനകളായിട്ട് ഈ കൂട്ടങ്ങൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം? എന്നിട്ട് അന്യഭാഷ പറയുന്നതിന് കുറവൊന്നുമില്ലല്ലോ. തുള്ളലിനും ചാട്ടത്തിനും കയ്യടിക്കും കുറവൊന്നുമില്ലല്ലോ. ഞാനൊരു യാഥാർത്ഥ്യം പറയാൻ പ്രിയമുള്ളവർ, ഇതല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ അവൻ ഗ്രഹിക്കും, ഞാനിനി എനിക്കുള്ളവനല്ല, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് വേണ്ടത്. എൻ്റെ മഹത്വത്തിന് വേണ്ടി, എൻ്റെ ലാഭത്തിന് വേണ്ടി, എൻ്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി, എൻ്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി സഹോദരനെതിരായിട്ട് കോടതിയിൽ കേസും വഴക്കുമായിട്ട് പോവുക അല്ല ഞാൻ ചെയ്യേണ്ടത്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതമാണ് ഞാൻ ജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കും. ഞാൻ പച്ചയ്ക്ക് പറയാം, നിങ്ങളെന്നോട് തെറ്റിയാലും എനിക്ക് കുഴപ്പമില്ല. ഈ കാണിക്കുന്ന പരിപാടികളൊക്കെ പരിശുദ്ധാത്മാവല്ല, പിശാചിൻ്റെ ആത്മാവാണ്. അന്യഭാഷയും പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരിക്കും, പക്ഷേ അത് പരിശുദ്ധാത്മാവല്ല. കർത്താവ് പറഞ്ഞത് വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ടറിയാമെന്നാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് വിട്ടുപോരുവിന്നാണ് പറയുന്നത്. അത് ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് അങ്ങ് വിടുക. ഞാൻ പറഞ്ഞത് അപ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ കോടതി കേസ് കളിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. ഇനി 8 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ വിവാഹത്തിനു പുറത്തുള്ള ലൈംഗിക സെക്ഷുവൽ റിലേഷൻഷിപ്പുകളെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. ഇന്ന് സ്റ്റേജിൽ കിടന്ന് തകർക്കുന്ന, സ്റ്റേജിൽ കയറിയാൽ സ്റ്റേജ് തകർക്കുന്ന രീതിയിൽ, ചെവി പൊട്ടുന്ന രീതിയിൽ അന്യഭാഷയും പ്രകടനവുമൊക്കെ നടത്തുന്ന എത്ര പേർക്ക് പ്രാഗൽഭ്യത്തോടെ പറയാനായിട്ട് പറ്റും, എൻ്റെ ജീവിതത്തിൽ ഈ ഒരു വിശ്വസ്തതയുണ്ടെന്ന്? ചെല്ലുന്നിടത്തെല്ലാം അഡ്രസ്സ് ഉണ്ടാക്കുന്ന പണിയല്ല ഈ പരിപാടി. പലപ്പോഴും സഭയിലെ പല യവനക്കാരും ഇതുപോലത്തെ പരിപാടികൾക്കൊക്കെ പോയി കഴിയുമ്പം
പാസ്റ്ററും സഭക്കാരും ഒക്കെ പറയുന്ന കാര്യമുണ്ട്. അയ്യോ, ആ കൊച്ച് PYP-യിലൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു, സൺഡേ സ്കൂളിൽ ക്ലാസ്സിൽ ഫസ്റ്റായിരുന്നു, PYP-യിൽ പാട്ട് പാടുമായിരുന്നു, പ്രസംഗ മത്സരത്തിന് ഫസ്റ്റായിരുന്നു, ബൈബിൾ ക്വിസിന് ഫസ്റ്റായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യേ? ഇതൊക്കെ വെറും പ്രകടനമാണ് പ്രിയമുള്ളവരെ. ഇതല്ല യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത്. ഇതല്ല യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെയല്ല, ആത്മാവിൻ്റെയാണെന്ന്, പരിശുദ്ധാത്മാവിൻ്റെയാണെന്നുള്ള ബോധ്യം നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഏറ്റവും പ്രഥമവും പ്രധാനവുമായിട്ടുള്ള അടയാളം. അതില്ലാതെ എന്ത് തലകുത്തി മറിഞ്ഞാലും അത് പരിശുദ്ധാത്മാവാണെന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം വചനമതാ പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ ദൈവം ദാനമായിട്ട് തന്നെങ്കിൽ നിങ്ങളുടെ ശരീരം ഇനി നിങ്ങളുടെയല്ല, അവൻ്റെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. സോ നിങ്ങളുടെ ശരീരങ്ങളെ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. കോടതിയിലെ വ്യവഹാരങ്ങൾ, വിവാഹത്തിന് പുറത്തുള്ള സെക്ഷുവൽ ബന്ധങ്ങൾ, അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നതല്ല പ്രിയപ്പെട്ടവരെ. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ശരീരങ്ങളെ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. കാരണം നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റേതാണ്. റോമാലേഖനത്തിലെ ഒരു വാക്യത്തിലേക്കൂടെ നമുക്കൊന്ന് വരാം. റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ. നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. 8-ാം വാക്യം, ജീവിക്കുന്നു എങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നു എങ്കിൽ നാം കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. എന്താ മനസ്സിലായേ? നമ്മിലാരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നുമില്ല. ആരുടെ കാര്യമാണ്? ദൈവമക്കളുടെ കാര്യമാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരുടെ കാര്യമാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് ഞങ്ങളുടെ ശരീരമെന്ന് ബോധ്യമുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. അവർ തങ്ങൾക്കായിട്ട് തന്നെ ജീവിക്കത്തില്ല, തങ്ങൾക്കായിട്ട് തന്നെ മരിക്കത്തുമില്ല. ഇന്ന് പലരും ജീവിക്കുന്നതും മരിക്കുന്നതുമൊക്കെ അവനവന് വേണ്ടിയിട്ടാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമല്ല. 8-ാം വാക്യത്തിൽ പറഞ്ഞു, ജീവിക്കുന്നു എങ്കിൽ കർത്താവിനായിട്ട് ജീവിക്കുന്നു. നിർബന്ധമൊന്നുമില്ല, ജീവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജീവിക്കുന്നെങ്കിൽ കർത്താവിനായിട്ട് ജീവിക്കുന്നു. മരിക്കുന്നു എങ്കിൽ എന്ന് വെച്ചാൽ മരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ മരിക്കുന്നു എങ്കിൽ കർത്താവിനായിട്ട് മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. നമ്മൾ ആർക്കുള്ളവരാ? കർത്താവിനുള്ളവരാ. വി ബിലോങ്സ് ടു ലോർഡ്. നമ്മൾ കർത്താവിൻ്റെയാണ്. ദാറ്റ് ഈസ് ദ സീൽ. അതാണ് പ്രിയമുള്ളവരെ മുദ്ര. എഫെസ്യർ നമ്മൾ വായിച്ചു. നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നു, ദൈവം നമ്മെ സീൽ ചെയ്തിരിക്കുന്നു. എന്താണ്? ദൈവം നമ്മെ അവൻ്റേതാക്കി മാറ്റിയിരിക്കുന്നു. ഇനി ഞാൻ എൻ്റെ അല്ല, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ദൈവം തരുന്നത് വരെ. എപ്പോഴാണ് തന്നത്? അതൊക്കെ നമ്മൾ ചിന്തിക്കും. അത് കാത്തിരുന്ന് കിട്ടിയതൊന്നുമല്ല, അതൊക്കെ നമ്മൾ ചിന്തിക്കും. തരുന്നത് വരെ ഞാൻ എൻ്റേതായിരുന്നു. പക്ഷേ ആ പരിശുദ്ധാത്മാവിനെ ദൈവം
എൻ്റെ ഉള്ളിൽ ദാനമായിട്ട് തന്നപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ അല്ല, പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. ഞാൻ താങ്കൾക്കുള്ളവരല്ല, ഞാൻ എനിക്കുള്ളവനല്ല, അവനുള്ളവനാണ്. ജീവിക്കുന്നുവെങ്കിൽ കർത്താവിനായി, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി, പഠിക്കുന്നെങ്കിൽ കർത്താവിനായി, ജോലി ചെയ്യുന്നെങ്കിൽ കർത്താവിനായി, സുവിശേഷ വേല ചെയ്യുന്നെങ്കിൽ കർത്താവിനായി, സുവിശേഷം പറയുന്നെങ്കിൽ കർത്താവിനായി, ദൈവവചനം പഠിപ്പിക്കുന്നെങ്കിൽ കർത്താവിനായി. എന്ത് ചെയ്താലും എൻ്റെ മഹത്വത്തിനല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട്, ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട്. ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കേണ്ടവനല്ല, അതല്ല എൻ്റെ വിളി. എന്നെ ദൈവം വിളിച്ചത് മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനോ മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുവാനോ അല്ല, അതല്ല എൻ്റെ വിളി. God has called me to live for Him and to glorify Him. ദൈവം എന്നെ വിളിച്ചത് അവന് വേണ്ടി ജീവിക്കാനും അവനെ മഹത്വപ്പെടുത്താനുമാണ് ദൈവം എന്നെ വിളിച്ചത്. അവനെൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനാൽ എന്നെ മുദ്രയിട്ടിരിക്കുന്നു. ഞാൻ ഇന്നത്തെ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുക. കർത്താവിനെ വെച്ച അടുത്ത ക്ലാസ്സിൽ എപ്പോഴാണ് പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുക. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ അവൻ്റെ ആത്മാവിനാൽ മുദ്രയിട്ടെങ്കിൽ അത് നാം അവൻ്റേതാകേണ്ടതിനാണ്. നാം ഇനി നമ്മുടെയല്ല, നാം അവൻ്റെയാണ്. നാം നമ്മെയല്ല മഹത്വപ്പെടുത്തേണ്ടത്, അവനെയാണ് മഹത്വപ്പെടുത്തേണ്ടത്. അതിനായിട്ട് നമ്മളെ ഒന്ന് സമർപ്പിക്കാമോ? ഈ ദൈവവചന പഠനം അതിനൊരു മുഖാന്തരമായി തീരട്ടെ. നിങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ഞാനുമായിട്ട് ബന്ധപ്പെടാം. ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതം ദൈവത്തിനുള്ളതായിട്ട് മാറട്ടെ. നമുക്കല്ല, നമ്മുടെ മഹത്വത്തിനല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ജീവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് നമുക്ക് മുൻപോട്ട് പോകാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.